ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു കേക്ക് വേണമല്ലോ. ഹോം മെയ്ഡ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെ എൻ്റെ ഫ്രണ്ട് മാമയുടെ കയ്യിൽ നിന്നാണ് കേക്ക് വാങ്ങിയത്. അപ്പോൾ ഇന്ന് ആഫ്റ്റൊക്കെ എടുത്ത് ശൈനീസിന് യാത്രയൊക്കെ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിയ മോക്ക്. അപ്പോൾ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗിഫ്റ്റ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് വാങ്ങി അതൊരു ബോക്സിലാക്കി വെച്ച്. മോള് കുറച്ച് കാലങ്ങളായിട്ട് പറയുന്ന സാധനം ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കണം എന്നുള്ള പ്ലാനിങ് തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായ. പ്ലാനിങ് കൂടി പോയതുകൊണ്ടാണോ എന്നറിയില്ല, ഫ്ലിപ്കാർട്ട് ആണ് പച്ചക്ക് പറ്റിച്ച് കയ്യിൽ തന്നെ. പക്ഷെ അതൊന്നും നമുക്കൊരു വിഷയമുള്ള കാര്യമില്ല, കാരണം നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. അതെന്താണെന്നുള്ളത് വഴിയെ വരുന്ന വീഡിയോസിൽ കാണാം. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ സെറ്റ് ആക്കാം. അമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ അടുക്കള വരണ എന്റെ കയ്യിലായിരുന്നു. അല്ലെങ്കിൽ ഈ അമ്മമാർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ വീട് മൊത്തത്തിൽ ഡൗൺ ആവും. വലിയ തോതിലുള്ള ഫംഗ്ഷനും കാര്യങ്ങളൊന്നുമില്ല, ചെറിയ തോതിൽ ഞങ്ങൾ വീട്ടുകാരും പിന്നെ അവളുടെ കുറച്ച് ഫ്രണ്ട്സും മാത്രം. പിന്നെ ഇന്നത്തെ ദിവസം മാക്സിമം അവളെ ഞാൻ ഹാപ്പിയാക്കി വെക്കാൻ ശ്രമിച്ചിട്ടാ. ഇന്നത്തെ മാത്രമല്ല, എല്ലാ ദിവസവും അവളെ ഹാപ്പിയാക്കി വെക്കാനാണ് ശ്രമിക്കാറ്. ഈ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഈ സർപ്രൈസ് കൊടുക്കുക, ഗിഫ്റ്റ് കൊടുക്കുക, ഇതൊക്കെ മാക്സിമം എന്നെ കൊണ്ട് പറ്റുമ്പോൾ എല്ലാവർക്കും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ഫംഗ്ഷൻ രാത്രി ആയതുകൊണ്ട് തന്നെ കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയും പായസമൊക്കെ സെറ്റാക്കി പിന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ നേരെ പോയത് അലക്കാൻ വേണ്ടിയാണ്. അലക്കാൻ കുറച്ചുണ്ടായിരുന്നു. അങ്ങനെ അലക്കൊക്കെ ചെയ്ത് പിന്നെ ഡെക്കറേഷന്റെ പരിപാടിക്ക് പോയി. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ അവിടെ കൊടുക്കുക. അടിപൊളി പ്രൊഡക്റ്റ് ആണ്. അങ്ങനെ നേരെ പിന്നെ പോയി മോളെ ഒരുക്കി അമ്പലത്തിലേക്കാണ് പോയത്. വേറെ എവിടെയല്ല കേട്ടോ, നമ്മുടെ മരുതോര ശിവക്ഷേത്രത്തിലേക്കാണ് പോയത്. അങ്ങനെ കാലൊക്കെ കഴുകി ഉള്ളിലൊക്കെ കയറി. മഴയായത് കൊണ്ടായിരുന്നു തോന്നുന്നു ആൾക്കാരൊക്കെ കുറവായിരുന്നു. തിരക്ക് കുറവായതുകൊണ്ട് തന്നെ ഉള്ളിലൊക്കെ കയറി നന്നായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയേ. അങ്ങനെ ഉള്ളിലൊക്കെ കയറി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഈ തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ മനസ്സറിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാനോ ഒരു സമാധാനത്തിൽ ഇവിടെ ഇരിക്കാനൊക്കെ പറ്റും. പിന്നെ മോള് സന്തോഷം കൊണ്ടാണെന്ന് തോന്നുന്നു നിലത്തൊന്നല്ലായിരുന്നു ആള്. അവളെ പേരിലും ഹസ്ബൻഡിന്റെ പേരിലും പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ച് പിന്നെ പ്രസാദമൊക്കെ വാങ്ങി അവിടുന്ന് നേരെ ഇറങ്ങി ഞങ്ങൾ പാലത്തുമ്മലേക്കാണ് പോകുന്നത്. മരുതോങ്കര പിന്നെ ഒരു വൈബുള്ള സ്ഥലമാണ് ഈ പാലം. അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടെ വന്ന് പോകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.